ഹായ് ഹലോ, നമുക്കൊന്ന് മാങ്ങ അച്ചാർ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ. അതിനായിട്ട് 2 മീഡിയം സൈസ് മാങ്ങ ഞാനിവിടെ അരിഞ്ഞ് ഉപ്പും ഇട്ട് വെച്ചിരിക്കുന്നു. ഒരു 10-20 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഒരു 3 പച്ചമുളക്, ഇത്രയും വലിപ്പത്തിലുള്ള 3 പച്ചമുളകാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഒരു ഇഞ്ച് നീളമുള്ള ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ അച്ചാറിടാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. പാൻ അടപ്പ് വെച്ച് എണ്ണ ഒഴിച്ച് 100-150 ഗ്രാം എണ്ണയാണ് ഞാൻ എടുത്തത്. എണ്ണ ചൂടായപ്പോൾ കടുക് പൊട്ടി. ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് ഇനി ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്നതിടാം. ഇതിനിടയിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ഇടാം. പച്ചമുളകും കൂടി ഇട്ടിട്ട് ഇത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കളറ് മാറി വരുന്നതനുസരിച്ച് നമുക്കിനി അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിന് ആവശ്യമായിട്ടുള്ള പൊടിവർഗ്ഗങ്ങൾ എടുത്ത് വെക്കാം. ഒരു 4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഏകദേശം കളറ് മാറിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്തില്ലെങ്കിൽ മുളക് കരിഞ്ഞു പോകും. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇളക്കി യോജിച്ചതിന് ശേഷം അതിൻ്റെ പച്ചമണമൊക്കെ കെട്ടതിന് ശേഷം നമുക്കിനി മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ട് നല്ല വൃത്തിയായിട്ട് ഞാൻ ഉപ്പൊക്കെ ഇട്ടാണ് വെച്ചിരുന്നത്. ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പ് കുറവാണോ ഉപ്പ് നോക്കണം പരുവത്തിന്. ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഇളക്കി യോജിപ്പിക്കുക നല്ലവണ്ണം. ഇനി അല്പം കായപ്പൊടി കൂടെ ചേർക്കാം. ഞാനിത് വിനാഗിരി ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇത് കൂടുതൽ നാളൊന്നും വെച്ചേക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് വിനാഗിരി ഉപയോഗിച്ചിട്ടില്ല. വിനാഗിരി ഒരുപാട് നാൾ വെച്ചേക്കണമെങ്കിൽ വിനാഗിരി ഉപയോഗിക്കാം. നമുക്കിതൊരു പാത്രത്തിലേക്ക് പകർന്ന് വയ്ക്കാം. ഇനി ഇത് കഴുകി വൃത്തിയാക്കിയ ഗ്ലാസ് ജാറിലാക്കി സൂക്ഷിക്കാം.